يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ആദിയാത്ത് ആണ്. സൂറത്തുൽ ആദിയാത്തിൻ്റെ അർത്ഥവും ആശയങ്ങളും ഒക്കെ ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ ആയത്തുകൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, വലിയ മേത്തരം മുന്തിയ കുതിരകളെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹു തആല പറയുന്ന വിഷയം മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്നാണ്. ആ ഒരു ആക്ഷേപത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരമാവധി പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ആളുകളോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനോടും ഒക്കെ ചെയ്ത നിഅമത്തുകൾക്ക്, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവാൻ ശ്രമിക്കുക, നന്ദി ചെയ്യാൻ ശ്രമിക്കുക, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ. നമ്മൾ ഈ ഒരു തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. നന്ദി ചെയ്യാൻ കഴിയുക എന്നത് വലിയൊരു തൗഫീഖാണ് എന്നാണ്. വലിയൊരു തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണത്. അത് കിട്ടാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം എന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ വിളിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യാ മുആദ്, അല്ലയോ മുആദേ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നി ല ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, ആവർത്തിച്ച് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദേ, അതുകൊണ്ട് ഞാനൊരു സംഗതി പറയട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്. എന്താണെന്നറിയോ? ഊസീക യാ മുആദ്, മുആദേ, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്ത് പറയുകയാണ്, വളരെ ശക്തമായി നിന്നോട് ഞാൻ പറയുകയാണ്. എന്ത്? ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നീ ഇനി ഞാൻ പറയുന്ന ആ ഒരു ദിക്റില്ലേ, ആ ഒരു ദുആ ഇല്ലേ, അത് പറയാൻ മറക്കരുത് കേട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷവും ആ ദുആ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ ദുആയിലുള്ളത്? നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതാണ്. ആരെങ്കിലും ചൊല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നതോടു അത് ചൊല്ലാൻ ശ്രമിക്കുകയും പതിവാക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇതാണ് ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചൊല്ലാൻ, നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ, നിന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായമാണ് നന്ദി ചെയ്യുന്ന ആളാവുക എന്നത്. അതുപോലെ തന്നെ വഹുസ്നി ഇബാദതിക, മനോഹരമായി നിന്നെ ആരാധിക്കാനും എനിക്ക് നീ സഹായം നൽകണമേ, എന്നെ നീ സഹായിക്കണമേ. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മറ്റു ചില റിവായത്തുകളിൽ തൗഫീഖ് തആതിക എന്നുകൂടെയുണ്ട്, നിനക്ക് വഴിപ്പെടാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകണമേ. അപ്പോൾ ഇവിടെ ശുക്റിന് തൗഫീഖ് ഉണ്ടാവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. നന്ദിയുള്ളവരാവാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോടുള്ള ദുആയാണ്. ഈ ദുആയും നമ്മൾ ചെയ്യുക. എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാൻ, ആ ഒരു തൗഫീഖ് ഉണ്ടാവാൻ എല്ലാ ദുആകളിലും ഇത് വിശേഷിച്ചും നമ്മൾ പതിവാക്കുക. ദുആർന്നാൽ മാത്രം പോരാ, മെനക്കൊടും വേണം. ദുആർന്നിട്ട് എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഞാൻ എന്താ ചെയ്യുക? അള്ളാഹുവിനോട് ചോദിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടണില്ല. അങ്ങനെയല്ല, നമ്മൾ മെനക്കെട്ടാ കിട്ടും. മെനക്കെടുകയും വേണം. ലിയത്തഖിദ് എന്നാണ് അഹദുക്കും ഖൽബൻ ഷാക്കിറ, ഒരാൾ ഉണ്ടാക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഉണ്ടാക്കട്ടെ. എന്തുണ്ടാക്കട്ടെ? ഖൽബൻ ഷാക്കിറൻ, നന്ദി ചെയ്യുന്നൊരു ഹൃദയം, വലിസാനൻ ദാക്കിറ, ദിക്ർ ചൊല്ലുന്നൊരു നാവ്. ഇതൊക്കെ നിങ്ങൾ മെനക്കെട്ട് ഉണ്ടാക്കണം. അള്ളാഹുവിനോട് ചോദിക്കുകയും വേണം, നിങ്ങൾ മെനക്കെടുകയും വേണം. എന്നാൽ അത് കിട്ടും, തീർച്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ സമയം ഉണ്ടാക്കണം. നമ്മൾ മെനക്കെട്ടുണ്ടാക്കിയാലല്ലേ കിട്ടുള്ളൂ. നമ്മളെപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ്. അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണ്, പിന്നെ ബിസിനസ്സിൻ്റെ തിരക്കുകൾ, ജോലി തിരക്കുകൾ, കുടുംബത്തിൻ്റെ തിരക്കുകൾ, ആശുപത്രി തിരക്കുകൾ. ഈ തിരക്കിനിടയിൽ വേണ്ട പോലെ ഇബാദത്ത് ചെയ്യാനോ അല്ലെങ്കിൽ അള്ളാഹുവിനൊന്ന് ആലോചിച്ച് കുറച്ചു നേരം ഇരിക്കാനോ ഒന്ന് ദിക്ർ ചൊല്ലാനോ ഒന്നിനും ഒഴിവ് കിട്ടുന്നില്ല. ഇത് നമ്മളൊരു പരാതിയാണ്. നമ്മൾ ഉണ്ടാക്കിയ കിട്ടും. ഈ പറയപ്പെട്ട പണികൾക്കിടയിലൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചൂടെ? ആശുപത്രി കേസാണെങ്കിൽ അള്ളാഹുവിനെ ശ്രമിച്ചൂടെ? ജോലിയാണെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചൂടെ?
എല്ലാം ചെയ്യാലോ. നമ്മൾ മെനക്കെടണം, നമ്മൾ സമയം കണ്ടെത്തണം, ഉണ്ടാക്കണം. പല ആൾക്കാരും പറയാറുണ്ട്, പണ്ടൊക്കെ ക്ലാസ്സിന് വരാൻ പറ്റിയായിരുന്നു, ഖുർആൻ ക്ലാസ്സിലൊക്കെ എമ്പാടും പങ്കെടുത്തിരുന്നു, സലാത്ത് മജ്ലിസുകളിൽ പങ്കെടുത്തിരുന്നു, എമ്പാടും ഖുർആൻ ഓതിയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ ജോലിയായി, മറ്റു തിരക്കുകളായി, കച്ചവട തിരക്കായി. എന്തർത്ഥം അതിനുള്ളത്? സത്യത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മളൊരു പരാതി പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചിന്ത പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു ഇപ്പം സമയമില്ല എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ, ഇബാദത്തുകൾക്ക് സമയം കിട്ടാതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു രഹസ്യ ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയാൻ മറ്റുള്ള വിഷയങ്ങൾക്ക്, മറ്റുള്ള നമ്മുടെ തിരക്കുകൾക്കാകുന്നു എങ്കിൽ അള്ളാഹു നമുക്ക് രഹസ്യമായി തരുന്ന ഒരു ശിക്ഷയാണത് എന്ന് മനസ്സിലാക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും ഇതിന് നമുക്ക് സമയം കണ്ടെത്താറോ? മനസ്സ് വെച്ചാൽ കഴിയും. രഹസ്യ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തരത്തിലെ ശിക്ഷയുണ്ട്, രഹസ്യവുമുണ്ട്, പരസ്യവുമുണ്ട്. അപ്പോൾ പരസ്യ ശിക്ഷയ്ക്കൊരു ഉദാഹരണമാണ് എയ്ഡ്സ്, അല്ലേ? എയ്ഡ്സ് ഇപ്പോൾ പരസ്യമായി അല്ലാത്ത കൊടുത്തൊരു ശിക്ഷയാണ്. അതേപോലെ രഹസ്യവുമുണ്ട്. ഈ രഹസ്യമായ ശിക്ഷ കിട്ടുന്നത് പ്രധാനമായും എന്തിനാണെന്നറിയോ? സാന്ദർഭികമായി നമുക്കിത് പഠിക്കുക. രഹസ്യമായി അള്ളാഹുത്തആല ഒരാളെ ശിക്ഷിക്കുന്നത് പ്രധാനമായും അദബുകൾ പാലിക്കാതിരിക്കുമ്പോഴാണ്. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ പാലിക്കാതിരിക്കുമ്പോഴാണ്. എന്താണ് മര്യാദ? ഏറ്റവും വലിയ മര്യാദക്കെടെന്താ? ഏറ്റവും വലിയ അദബുകേടെന്താ? ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഏറ്റവും വലിയ മര്യാദക്കേട് അള്ളാഹുവിനോട് ചെയ്യുന്നതാ. എന്താണത്? അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുക. ഇതാണ് ഏറ്റവും വലിയ അദബുകേട്. അള്ളാഹുവാണ് നമ്മുടെ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നതും വേണ്ടത് ചെയ്തു തരുന്നതും എല്ലാം. റബ്ബ് അവനാണ്. നമുക്ക് രോഗം തരുന്നതും നമുക്ക് നന്മ വരുത്തുന്നതും നമുക്ക് അപകടങ്ങൾ, നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള മുസീബത്തുകളോ മറ്റോ ഒക്കെ അള്ളാഹുവിൻ്റെ ഖദറനുസരിച്ചാണ് സംഭവിക്കുന്നത്. എല്ലാം അള്ളാഹുവാണ് നമുക്ക് കൊണ്ടെത്തിച്ചു തരുന്നത്. ആ തീരുമാനങ്ങളിൽ, റബ്ബിൻ്റെ അത്തരം തീരുമാനങ്ങളിൽ നമ്മൾ വൈമനസ്യം കാണിക്കുക, അതല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുക. പടച്ചവനിപ്പോൾ എന്നോട് ഇതിപ്പോൾ എന്താ ചെയ്ത്? എല്ലാ ഖുർആൻ ക്ലാസ്സിനും പോയിട്ട് എന്നോടാണല്ലോ, എൻ്റെ മക്കൾക്കാണല്ലോ അങ്ങനെ വന്നത്, അല്ലേ? എല്ലാ ദിക്ർ സ്വലാത്തിനും പങ്കെടുത്തിട്ട് എൻ്റെ പരപ്പണി ഇപ്പോഴും തീരണില്ല. ഇങ്ങനെ ഓരോ റബ്ബിൻ്റെ തീരുമാനങ്ങളിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഏത് സമയം. ഇതാണ് ഏറ്റവും വലിയ അദബുകേട്. നമുക്കൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു അദബുകേടാണത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകൾ വരാൻ പാടില്ല. അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ചോയ്സാണ് എന്ന് കരുതിയാൽ പിന്നെ നമുക്ക് സമാധാനിക്കാലോ. എല്ലാം അറിയുന്ന, നമ്മളെക്കുറിച്ച് എല്ലാം കൃത്യമായി അറിയുന്ന, സർവ്വ പ്ലാനുകളുമുള്ള റബ്ബ് തആല ഒരു തീരുമാനം നമ്മളെ നടപ്പാക്കിയാൽ, ഒരു ചോയ്സ് നമ്മളെ നടപ്പാക്കുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക. അത് അള്ളാഹിൻ്റെ ചോയ്സ് അല്ലേ, നടക്കട്ടെ, അല്ലേ? മറ്റുള്ള ആളുകളുടെ ചോയ്സ് അല്ലല്ലോ നമ്മൾ അംഗീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ചോയ്സ്, നമ്മുടെ ഇഷ്ടമല്ല, റബ്ബിൻ്റെ ഇഷ്ടം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1/2 മണിക്കൂർ പല്ലുവേദന വന്നപ്പോൾ ബാക്കിയുള്ള 23.5 മണിക്കൂറും നമ്മൾ മറന്നു. എന്നിട്ട് ഈ 1/2 മണിക്കൂർ നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ ഈ 1/2 മണിക്കൂർ നമ്മളിങ്ങനെ പരാതി പറയുകയാണ്. വല്ലാത്തൊരു വേദന, പല്ലുവേദന, അത് എന്ന് പറഞ്ഞ് നമ്മൾ ഇടങ്ങാറാവാണ്. ശരിയാണ്, ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ് പല്ലുവേദന. അതിൻ്റെ ഇടങ്ങാറ വന്ന ആളുകൾക്ക് അറിയുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു 7 വർഷം പല്ലുവേദന ആരോടും മുണ്ടാതെ സഹിച്ചിട്ടുണ്ട്. അതെങ്ങനെ പുറത്തറിഞ്ഞെന്നറിയോ? അത് ഭയങ്കര രസമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു തആല പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നബിയോട് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടൊരു കാര്യം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ. നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു നോക്കണം. അസുഖമൊക്കെ ഭേദമായോ? ഹൽ വജത്ത സിഹ, അബൂബക്കറെ നിന്റെ അസുഖമൊക്കെ മാറിയോ എന്നൊന്ന് കാണുമ്പോൾ ചോദിക്കണട്ടോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അള്ളാഹു അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. തങ്ങളിത് കേട്ടപ്പോൾ ആകെ അന്തപ്പെട്ടു. എന്താ മൂപ്പർക്ക് അസുഖം റബ്ബേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, അയ്യോ ഇല്ലത്തിന് അസാബക്ക്, എന്താ അസുഖം നിങ്ങൾക്കുള്ളത്, എന്ത് ബുദ്ധിമുട്ടുള്ളത്? അള്ളാഹു തആല നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വജ്ഉസ്സിന്നി മുൻദു 7 സിനീൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 7 വർഷമായിട്ട് പല്ലുവേദന ഉണ്ട് നബിയെ, 7 വർഷമായിട്ട് പല്ലുവേദന ഉണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, അതല്ല എന്നോട് എന്തേ പറയായിരുന്നത്? എത്രയോ മരുന്നുകളില്ലേ, അല്ലേ? ആ ഗുഹക്കകത്ത് പാമ്പ് കുത്തിയ സമയത്ത് അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് അവിടെ വെച്ചു കൊടുത്തപ്പോഴാണ് അത് ഭേദമായത്. എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്താ എന്നോട് പറയായിരുന്നോ ചോദിച്ചു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ?
നമ്മൾ രണ്ട് കാതും ശരിക്ക് കൂർപ്പിച്ച് കേൾക്കുക. കൈഫ അഷ്കൂ മിനൽ ഹബീബ്, എൻ്റെ ഹബീബായ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് പരാതി പറയാൻ നബിയെ? എനിക്ക് പല്ലുവേദന തന്നത് എൻ്റെ റബ്ബല്ലേ, എൻ്റെ റബ്ബിനറിയാലോ. ഞാനതെങ്ങനെ അങ്ങയോട് പരാതി പറയാൻ? ഞാൻ സഹിക്കല്ല വേണ്ടത്, ഞാൻ അതിനുള്ള മാർഗങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ എങ്ങനെ പരാതി പറയാ? കൈഫ അഷ്കൂ. സുബ്ഹാനല്ലാഹ്, നമ്മളെ എന്തുമാത്രം ആലോചിക്കേണ്ട വിഷയമാണത് സഹോദര സഹോദരിമാരെ. എല്ലാ കൊല്ലം നല്ല കച്ചവടം, നല്ല ലാഭം തന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു ഡിമ്മ സംഭവിക്കുമ്പോൾ നമ്മൾ പരാതിപ്പെട്ടിയാവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്തരം അദബുകേടുകൾക്കാണ് രഹസ്യമായി അല്ലാഹു തആല ശിക്ഷ നൽകുന്നത് എന്ന് ഉലമാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശിക്ഷയുടെ മറ്റൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന് കൃത്യമായി വേണ്ടതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതിരിക്കുക എന്നതാണ് ശിക്ഷയുടെ ഒരു ഭാഗം. എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ നമുക്ക് പോകുന്നുണ്ട്, പക്ഷെ കഴിയണില്ല. റമളാനിൽ എല്ലാ ദിവസവും തറാവീഹിന് ജമാഅത്തിൽ തന്നെ കൂടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല, പറ്റണില്ല. ഒരുപാട് ഖത്മുകൾ തീർക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് റമളാനിൽ, പക്ഷെ കഴിയുന്നില്ല. പെരക്കാരോടും വീട്ടുകാരോടും മക്കളോടും ഇനി നല്ല നിലയ്ക്ക് പെരുമാറൂ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതാണ്, പക്ഷേ ഇടയ്ക്ക് നിയന്ത്രണം വിടുകയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇലാഹിയായ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതികൾക്കൊക്കെ ഇങ്ങനെ ഒരു ബാക്കോട്ടടി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു രഹസ്യ ശിക്ഷയുണ്ടായാൽ, അതല്ലെങ്കിൽ ഇത്തരമൊരു നന്ദികേടിൻ്റെ ചെറിയൊരു രൂപമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അള്ളാഹു തആല അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യും എന്നാണ്. സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ച് ശൈത്താനിയായ പൈശാചികമായ എല്ലാ വിഷയങ്ങൾക്കും വല്ലാത്ത ഉത്സാഹവും തോന്നും. അതേസമയം ഇബാദത്തുകളോട് വൈമനസ്യവും പൈശാചികമായ സകല സംഗതികളോടും വല്ലാത്ത ഉത്സാഹവും. എന്ന് പറഞ്ഞാൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഖുർആൻ ഓതുമ്പോൾ കിട്ടണില്ല. മൊബൈൽ നോക്കിയിട്ട് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാൻ റെഡിയാണ്, ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയല്ല. ഓതാനിരുന്ന ഉറക്കം വരികയാണ്. പിന്നെ വാച്ചിക്ക് നോക്കുകയാണ് എത്രയായി സമയം, ഇടക്കിടക്ക് പേജ് മറിച്ച് നോക്കുകയാണ് എത്ര തീർന്നു, ഇനി എത്ര ബാക്കിയുണ്ട്. മൊബൈൽ നോക്കുമ്പോൾ അതൊന്നുമില്ല, സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവാണ്. കഴിഞ്ഞ സങ്കടമാണ്. അങ്ങനെയാണ് സ്ക്രോൾ ചെയ്ത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തേക്ക് വീണ്ടും എത്തിയാൽ കഴിഞ്ഞല്ലോ എന്നൊരു ചിന്താഗതി. സുബ്ഹാനല്ലാഹ്. 3 മണിക്കൂർ ഒരു ഫിലിം ഇരുന്ന് കാണുന്ന ആ സുഖം 10 മിനിറ്റ് നിസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിങ്ങനെ ഒന്നിനും സമയമില്ലാതെ കിടന്നിട്ട് അങ്ങനെ കറങ്ങും. ഇത്തരം വിഷയങ്ങൾക്കൊന്നും സമയമില്ല എന്ന് പരാതിയും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കും, അങ്ങനെ ഓടും, ഫുൾ ബിസിയാണ്. അങ്ങനെ അങ്ങോട്ട് തിരക്കിൽ ജീവിതം അങ്ങോട്ട് തീരും. നമ്മൾ ഓടിക്കതച്ച് പായയാണ്. ഈ കുതിരകൾ ഓടും പോലെ ഈ കുതിരകളുടെ ഓട്ടം റബ്ബിന് വേണ്ടിയിട്ടാണ്, ദീനിന്റെ ശത്രുക്കളെ തറപറ്റിക്കാനാണ്. പക്ഷെ നമ്മുടെ ഓട്ടം ദുന്യാവിന്റെ പിന്നാലെയാണ്. അതാണ് വ്യത്യാസം. നമ്മുടെ ഓട്ടം ദുന്യാവിന്റെ പിന്നാലെയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ആ വസ്തുതയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് അമിതമായ സ്നേഹം വെക്കുന്നവനാണ് മനുഷ്യൻ. അങ്ങനെ വേണ്ട. പൈസ വേണ്ടേ? വേണം. സമ്പത്ത് വേണ്ടേ? വേണം. ജീവിക്കാൻ അത് വേണ്ടേ? വേണം. അധ്വാനിക്കണം. ദുനിയാവിൽ നിന്ന് അല്ലാഹു തആല നിശ്ചയിച്ച വിഹിതം വാങ്ങാൻ നമ്മൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ വാങ്ങണം എന്ന് തന്നെയാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതും. സൂറത്തുൽ ഖസസിൽ 77-ാമത്തെ ആയത്തിലുണ്ടല്ലോ, വലാ തൻസ നസീബക മിനദ് ദുനിയാ വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുനിയാവിൽ നിന്ന് നിനക്ക് അല്ലാഹു തആല കരുതി വെച്ച ഓഹരി അത് നീ മറക്കരുത് കേട്ടോ, അത് നീ എടുത്തോളണം. അതേസമയം ആഖിറവും നീ മറക്കരുത്. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ദുനിയാവെന്ന് കിട്ടിയത് കൊണ്ട് ആഖിറം രക്ഷപ്പെടാൻ നീ ശ്രമിക്കണം. അപ്പോൾ ദുനിയാവിന്റെ പിന്നാലെ തന്നെ കൂടണ്ട എന്നർത്ഥം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നമ്മൾ അങ്ങനെ പറഞ്ഞ ആക്ഷേപത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ആക്ഷേപത്തിന് രക്ഷപ്പെടാൻ വകുപ്പുകൾ നമ്മൾ പഠിച്ചു, അതനുസരിച്ച് മുന്നോട്ട് പോവുക. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ആക്ഷേപത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.